എന്തായാലും ജയിക്കപ്പ് ഇത്ര ചെറുപ്പത്തിലേ മരിച്ചത് കഷ്ടമായി പോയി. എന്ത് ചെയ്യാം. പിന്നെ ഒരു സന്തോഷ വാർത്ത. ഇന്ന് അപ്പച്ചന്റെ ഫോൺ കോൾ ഉണ്ടായിരുന്നു. വിശേഷിച്ച് നാളെ ഞായറാഴ്ചയല്ലേ, എന്റെ വിവാഹ നിശ്ചയമാണ്. കൺഗ്രാറ്റുലേഷൻസ്. വളരെ സന്തോഷം. ഞാൻ മുൻകൂർ മംഗളം നേരുന്നു. നീ എന്തൊക്കെയായി പറയുന്നത്? എന്റെ വിവാഹം എന്ന് കേട്ടിട്ട് നിനക്കൊന്നും തോന്നിയില്ലേ? തോന്നിയല്ലോ, സന്തോഷം. അല്ലാതെ പിന്നെ ഞാൻ എന്താ കരയണോ? ഒരു പൗരുഷമില്ലാത്തവന്റെ മുന്നിലല്ലല്ലോ ഞാൻ നിൽക്കുന്നത്. അമ്പടി പെണ്ണേ, നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. പിന്നെ എന്നെ തോൽപ്പിക്കാന്ന് വിചാരിച്ചോ? അതിന് ശ്രമിച്ചവരാരും ഇന്ന് വരെ ജയിച്ചിട്ടില്ല. എന്നാ ഇനി കാര്യം പറയട്ടെ. പറയുന്നേ. നാളെ നിന്നെ കാണാനായി എന്റെ അപ്പച്ചൻ നിന്റെ വീട്ടിൽ വരും. My God! Oh my God! How can you believe it, darling? എന്റെ അപ്പച്ചനെ നല്ലവണ്ണം സൽക്കരിച്ചേക്കണം. നിങ്ങളൊക്കെ വലിയ ആളുകളാണ്. നിങ്ങളുടെ അപ്പച്ചൻ വരുമ്പോ എന്ത് ചെയ്യണം, എന്തൊക്കെ കൊടുക്കണം, എങ്ങനെ സൽക്കരിച്ചേക്കണം എനിക്ക് അതൊന്നും വിഷമിക്കണ്ട. അതെല്ലാം ഞാൻ പറഞ്ഞു തരാം. അതുപോലൊക്കെ അനുസരിച്ചാൽ മതി. അപ്പച്ചന് ഇഷ്ടം ലഡു, ജിലേബി, പൂവമ്പഴം, അലുവ, ഇതൊക്കെ അപ്പച്ചന് ഇഷ്ടമാണ്. പിന്നെ ഒരു കാര്യം, അപ്പച്ചൻ ചായ കുടിക്കില്ല, കാപ്പി മാത്രമേ കുടിക്കൂ. എന്നാലേ നാളെ ജോയും കൂടെ അങ്ങ് വരൂ. അപ്പച്ചനും മോനും കൂടെ എവിടെങ്കിലും പെണ്ണ് കാണാൻ പോകാറുണ്ടോ മോളെ? അല്ലെങ്കിലും പെണ്ണ് ഞാൻ ദിവസവും കണ്ടോണ്ടിരിക്കല്ലേ. എനിക്ക് ഇപ്പൊ തന്നെ വീട്ടിൽ പോകാം. ഇപ്പൊ വന്നല്ലേ ഉള്ളു. എനിക്ക് ഇപ്പൊ വീട്ടിൽ പോണെന്നേ. ഇപ്പൊ വന്നല്ലേ ഉള്ളു. വീട്ടിൽ പോയി ഈ കാര്യങ്ങളൊക്കെ പറയണ്ടേ? That's right. വരണം. ഇരിക്കണം സാർ. എത്ര നാളുകൂടിയിട്ടാ സാറിനൊന്ന് കാണാൻ സാധിച്ചത്. എസ്റ്റേറ്റിൽ നിന്ന് പോന്നതിൽ പിന്നെ ഞാനൊരു ചെറിയ കോൺട്രാക്ട് തുടങ്ങി. ഭാഗ്യമെന്ന് പറയട്ടെ, കുറച്ച് സമ്പാദ്യമൊക്കെ ആയി. പക്ഷെ എനിക്ക് യോഗമില്ല. ഞാനിങ്ങനെ രോഗിയായില്ലേ. ഇനി പെണ്ണിനെ ആരെങ്കിലും നല്ലൊരുത്തനെ കൊണ്ട് കെട്ടിക്കണം, എന്നിട്ട് എനിക്ക് മരിക്കണം. ഞാനവളെ വിളിക്കട്ടെ. മോളെ, നിനക്കിത് ആരാന്ന് മനസ്സിലായ മോളെ? പണ്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിൽ ഒരു തൊഴിലാളിയായിരുന്നു. എനിക്ക് മാത്രം. അതിന്റെ കാരണമാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണമില്ലാതെ കാര്യമുണ്ടാകുന്നു. എന്റെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കാമെന്ന് അച്ഛൻ പറയുന്നത്? മനസ്സാണ് ഇവിടെ പ്രശ്നം. നമ്മെ സന്തുഷ്ടരാക്കുന്നതും സന്താപഭരിതരാക്കുന്നതും മനസ്സാണ്. അവിടം ശുദ്ധമല്ലെങ്കിൽ ജീവിതവും ശുദ്ധമല്ലാതെ വരും. ചെറിയച്ഛൻ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാം, പരിഹാരമുണ്ടാക്കാം. ജീവിതത്തിൽ ഒരു കരട് പോലും വീഴാതെ സൂക്ഷിച്ചുള്ളതാണ് ഞാൻ. എനിക്ക് ഇങ്ങനെ അനുഭവം ദൈവം എന്നെ പരീക്ഷിക്കായിരിക്കും. പ്രാർത്ഥിക്കൂ, ഞാൻ ബംഗ്ലാവിലേക്ക് വരാം. വേണ്ടത് ചെയ്യാം.
സ്വാമി ശരണമയ്യപ്പ. നമസ്കാരം. ശരണമയ്യപ്പ. ജോയി ഇല്ലേ? ജോയി സാറിന്റെ ഇവിടുത്തെ പരിപാടിയൊക്കെ നിർത്തി. എന്ത്? അദ്ദേഹം ഇപ്പൊ അവിടുത്തെ എസ്റ്റേറ്റിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുക. സതീഷോ? അകത്തുണ്ട്. അയ്യോ ശരണമയ്യപ്പ, ഞാൻ നിർത്തിയാണല്ലോ സംസാരിച്ചത്. വന്നാട്ടെ, അകത്തോട്ടിരുന്നാട്ടെ. വരണം. സതീഷ് സാർ. ഹലോ ലീന. ഹലോ. ഇരിക്കണം. സതീഷ്, ജോയി എന്താ വരാത്തത്? ജോയ് അതിരിക്കട്ടെ. ജോയിയുടെ അപ്പച്ചൻ ലീനെ പെണ്ണ് കാണാൻ വന്നിട്ട് എന്തുണ്ടായി? ഉണ്ടായതെന്താണെന്ന് സത്യത്തിന് എനിക്കറിയില്ല. എന്നെ കണ്ടതും ഒന്നും പറയാൻ അദ്ദേഹം എഴുന്നേറ്റ് പോയി. ഒരു പക്ഷേ എന്നെയും എന്റെ കൊച്ചു വീടും അദ്ദേഹത്തിന് പിടിച്ചിരിക്കില്ല. അത് സ്വാഭാവികം. പക്ഷേ പിടിക്കേണ്ട ആൾക്ക് ലീനെ പിടിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ആ ആളെക്കുറിച്ച് ഒരു വിവരമില്ലല്ലോ സതീഷ്. ലീനയെ വിവരമറിയിക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ല ജോയ്. ലീനയുമായി ബന്ധപ്പെടരുതെന്ന് കരുതി ചെറിയാച്ചൻ അവൻ ഹൗസ് അറസ്റ്റിൽ വെച്ചിരിക്കുക. എനിക്കൊന്ന് കാണാൻ. കണ്ടാ മാത്രം മതി, കല്യാണം കഴിക്കണ്ടേ? ആട്ടെ, ഏതായാലും ലീന സമാധാനമായി വീട്ടിൽ പോകൂ. നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. ഞാൻ എവിടെയാണ് അമ്മച്ചി? നീ ഉറക്കത്തിലെഴുന്നേറ്റ് പോയതാ? എന്റെ കർത്താവ് ഈശോമിശിഹായേ, എന്റെ മോന് എന്ത് പറ്റി? മാമോനെ വന്നുകിടന്നുറങ്ങ്.